Okay, welcome. Today our topic is absorption of overhead. അപ്പോൾ നമ്മൾ ഇതിനേക്കാളും മുന്നേ നമ്മൾ എന്താ പഠിച്ചത് നമുക്ക് നോക്കാം. ഓവർഹെഡ് ഉണ്ടായിരുന്നു കയ്യിൽ പല പേരിൽ, റിപ്പയർ, റെന്റ്, ഡിപ്രിസിയേഷൻ, പവർ, ലൈറ്റിംഗ്, അങ്ങനെ പറയുന്ന ഒരുപാട് ഓവർഹെഡ്സ് ഉണ്ടായിരുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്തു? ഒന്നിക്കൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? അപ്പോർഷൻ ചെയ്തു. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലോട്ട്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കും അപ്പോർഷൻ ചെയ്തു കൊടുത്തു. ഓക്കെ, സോ ഈ സ്റ്റെപ്പാണ് നമ്മൾ ആദ്യം പഠിച്ച അപ്പോർഷൻമെന്റ്. സോ ഇവിടെ വെച്ച് ഇവിടെ ഇപ്പൊ ഓവർഹെഡ് ആരുടെ കയ്യിലൊക്കെ ഉണ്ട്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ഇൻ ദിസ് സ്റ്റേജ്, ഈ സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്ത? സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർഹെഡ് നമ്മൾ ആർക്ക് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ ഇതുവരെയുള്ള പ്രോസസ് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ സ്റ്റേജിൽ റീഅപ്പോർഷനിങ് കഴിഞ്ഞാൽ എല്ലാ ഓവർഹെഡും ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്താണ് ഉള്ളത്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്താണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇപ്പൊ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തുള്ള ഈ ഓവർഹെഡിനെ നമ്മള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എന്തിന്റെ അടുത്തെന്ന് അറിയോ? യൂണിറ്റ് പ്രൊഡ്യൂസ്. എത്ര യൂണിറ്റ് ഈ പെർട്ടിക്കുലർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എ ആണെങ്കിൽ ഈ എ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ജോബ്സ് ക്യാരി ഔട്ട് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ഈ മൊത്തം ഓവർഹെഡിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയാം. ജസ്റ്റ് മീനിങ് മാത്രം നോക്കിയാൽ മതി, എങ്ങനെയാണെന്നൊക്കെ നമ്മളിപ്പോൾ പറയും. അഗെയിൻ റിപ്പീറ്റിംഗ്, distributing the overhead of production department to the unit produced or jobs carried out in that department. ഈ ഡിപ്പാർട്ട്മെന്റിൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിലൊക്കെ എന്ത് ചെയ്യുക? ഇതിനിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് വിളിക്കുക. ഇനി ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സിനെ നമ്മൾ കോസ്റ്റിംഗിൽ കോസ്റ്റ് സെന്റർ എന്നാണ് വിളിക്കുക. ഓക്കെ, ഈ യൂണിറ്റ്സിനെ നമ്മൾ എന്ത് വിളിക്കും? എന്താണ് വിളിക്കുക? ഞാൻ ഒരിക്കൽ ചോദിക്കുകയും ചെയ്തിട്ട് കോസ്റ്റ് യൂണിറ്റ്സ് എന്ന് പറയാം അല്ലേ? കോസ്റ്റ് യൂണിറ്റ്സ്, റൈറ്റ്? സോ കോസ്റ്റ് സെന്ററിലെ ഓവർഹെഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ചാർജിങ് ടു കോസ്റ്റ് യൂണിറ്റ്സ്. ഈ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് അബ്സോർപ്ഷൻ. ക്ലിയർ? അബ്സോർപ്ഷൻ. ഇറ്റ് ഈസ് ചാർജിങ് ദി ഓവർഹെഡ് ഓഫ്, ചാർജിങ് ദി ഓവർഹെഡ് ഓഫ് ആരുടെ ഓവർഹെഡ്? ഇപ്പൊ ആരുടെ കയ്യിലാണ് ഉള്ളത്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? കോസ്റ്റ് സെന്റർ ടു ദി കോസ്റ്റ് യൂണിറ്റ്സ്. ഇതിനെ നമ്മൾ പറയും അബ്സോർപ്ഷൻ. അതായത് ഇൻഡിവിജ്വൽ പ്രോഡക്ട്സിലേക്കും യൂണിറ്റ്സിലേക്കും ഈ ഓവർഹെഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. ഇനി നമുക്കിതിൻ്റെ സംഭവം എന്താണെന്ന് അറിയണ്ടേ? ഇതിപ്പോൾ നമ്മളൊരു തിയറി പോലെ പഠിച്ചു, എന്നാലും ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സംശയമായിരിക്കും ഇത് എങ്ങനെയാണെന്ന് സംഭവം എന്നല്ലേ? സോ അതാണ് ഇനി നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്ന പാർട്ട്. ഓക്കെ 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 ഇനി നമ്മൾ അതിൻ്റെ ഇത്തിരിയും കൂടി ഫെർദർ. ഓക്കെ, ഇതിൻ്റെ കണക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്, ബട്ട് ഐ എം ട്രൈങ് ടു മേക്ക് ദി കോൺസെപ്റ്റ് ക്ലിയർ ഫോർ യു. സോ അതുകൊണ്ടാണ് എൻ്റെ ഇത് ഇത്തിരി മീൻസ് കുറച്ച് ലെങ്തി വരുന്നത്. എനിവേ നിങ്ങൾക്ക് ഈ സംഭവം 100% ക്ലിയർ ആയിരിക്കും വാട്ട് ഇസ് അബ്സോർപ്ഷൻ എന്നുള്ളത്. ഓക്കെ, മെയിൻലി ഇപ്പം ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് റീഅപ്പോർഷനിങ് വരെ എനിക്ക് ഓക്കെ ആണ്, ബട്ട് അബ്സോർപ്ഷനിൽ എത്തുമ്പോൾ ഇതെന്താ ചെയ്തതെന്ന് മേ ബി ഞാൻ അത്ര ബുദ്ധിയില്ലാത്തതുകൊണ്ടാവാം, മേ ബി എനിക്ക് അവിടെ ഭയങ്കര സംശയം ഉണ്ടായി. സോ അതുകൊണ്ടാണ് ഐ എം ട്രൈങ് ടു മേക്ക് ഇറ്റ് ക്ലിയർ ഫോർ യു. എനിവേ സി, അപ്പോൾ നമ്മൾ അബ്സോർപ്ഷന് മുന്നേയുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ റീഅപ്പോർഷൻ എക്സ് ആൻഡ് വൈ സർവീസ് ഡിപ്പാർട്ട്മെന്റ്. നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ മാത്രം എൻ്റെ പെൻ എപ്പോഴും പണി കൊടുക്കും കേട്ടോ. എനിവേ ദാറ്റ് ഈസ് എക്സ് ആൻഡ് വൈ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ABC പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പം നമ്മൾ ഇതും സീറോ ആക്കി ഇതും സീറോ ആക്കി. എങ്ങനെ സീറോ ആക്കി? ഇതൊക്കെ ഇതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്ത് ദിസ് ഇസ് ദ പ്രോസസ് നോൺ ആസ് റീഅപ്പോർഷനിങ്. സോ ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് റിസൾട്ട് കിട്ടുക നിങ്ങൾക്ക് അല്ലേ? നമ്മൾ മുന്നേ ചെയ്തത്. സോ നൗ ഐ എം ടോക്കിംഗ് അബൌട്ട് അബ്സോർപ്ഷൻ ഓവർഹെഡ്. അപ്പൊ ഈ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണോ? നമ്മൾ ഈ ടോട്ടൽ ഓവർഹെഡിന് നമ്മൾ ചാർജിങ് ടു ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് അല്ലെ, ഇൻഡിവിജ്വൽ പ്രൊഡക്ട്സിലേക്ക് നമ്മൾ ചാർജ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സ് അല്ലെ, കോസ്റ്റ് യൂണിറ്റിലേക്ക് ചാർജ് ചെയ്ത് കൊടുക്കുന്നതിനെ അബ്സോർപ്ഷൻ എന്ന് പറയാം. അതിനു വേണ്ടി നമ്മളൊരു ഓവർഹെഡ് റേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ലെറ്റ്സ്
see what is overhead rate and all we will discuss. Anyway, overhead rate കണ്ടുപിടിക്കും. എങ്ങനെ കണ്ടുപിടിക്കും എന്ന് വെച്ചാൽ ടോട്ടൽ ഓവർഹെഡ് ഉണ്ടല്ലോ, എന്റെ 5,000, ബിന്റെ 6,000, സിന്റെ 7,000 in this example. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എ ബി സി. അപ്പോൾ ഈ ടോട്ടൽ ഓവർഹെഡിന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഓവർഹെഡ് റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി വാട്ട് ഇസ് ദി സെലക്ട് ചെയ്യുന്ന ബേസ്? നമുക്ക് ഇഷ്ടമുള്ള ബേസ് എടുക്കാം. നമുക്ക് ഓവർഹെഡ് റേറ്റ് വേണമെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിന്റെ ബേസിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഈ സെലക്ട് ബേസ് ഇവിടെ എന്തോ ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആവും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ ലേബർ കോസ്റ്റിന്റെ ബേസിൽ എടുക്കാം. അപ്പോൾ ഇവിടെ എന്താവും? ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആവും. ഡിവൈഡ് ചെയ്യുന്ന പാർട്ട്, ഡിനോമിനേറ്റർ പാർട്ട് മാറിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് വേണ്ടിക്ക് പ്രൈം കോസ്റ്റിന്റെ ബേസിൽ എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണടാ? ഇവിടെ സെലക്ട് ബേസ് എന്താവും? പ്രൈം കോസ്റ്റ് ആവും. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ലേബർ ഹവറിന്റെ ബേസിൽ എടുക്കാം. And that time the denominator എന്താവും? ലേബർ ഹവർ ആവും. And maybe you can take the machine hour എടുക്കാം. അപ്പോൾ ഇവിടെ എന്താവൂടാ? മെഷീൻ ഹവർ ആവും. സോ നമുക്ക് ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന് യോജിച്ച ബേസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രക്കാരും ബേസസ് ആണ്. ഞാൻ ഇവിടെ എൻ്റെ എക്സാമ്പിൾ ഐ എം ടേക്കിംഗ് ലേബർ ഹവർ. ലേബർ ഹവർ ആണ് ഞാൻ ബേസ് ആക്കി എടുക്കാൻ തീരുമാനിച്ചത്. സോ എൻ്റെ ഇക്വേഷൻ്റെ ഈ പാർട്ടിൽ എന്ത് വരും? ഇവിടെ ലേബർ ഹവർ. ഓക്കെ, സോ ഇവിടെ എനിക്ക് ഓൾറെഡി ലേബർ ഹവർ ഗിവൺ ആണ്. 1000 ആണ് എക്ക്, ദിസ് ഇസ് 2000 ആൻഡ് ദിസ് ഇസ് അഗെയിൻ 1000. ഓക്കെ, ഇതിനെ ഞാൻ എന്നും ഇതിനെ ബി എന്നും വിളിച്ചാൽ ഓവർഹെഡ് റേറ്റ് ഈസ് ഈക്വൽ ടു എ ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ labor hour. So it is A divided by B. A divided by B. അപ്പോൾ 5,000 divided by it is 5, 3, 7 അല്ല 6,000 divided by 2,000, 7,000 divided by 1,000. അപ്പോൾ നമുക്ക് ഈ സംഭവം കിട്ടി. ഓക്കെ, ഓവർഹെഡ് റേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ലേബർ ഹവർ. ലേബർ ഹവറിന്റെ അടിസ്ഥാനത്തിൽ ഈ ഓവർഹെഡ് ഇതിൽ ഓവർഹെഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഒരു labor hour, one labor hour, it is overhead rate is 5. One labor hour and overhead rate is 3. Overhead rate is per unit of is 7. ഇങ്ങനെ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി ഇതെന്താ ചെയ്യുന്നത് നോക്കും. ഇവിടെ ഞാനിപ്പം ബിയും സിയും എക്സും വൈ ഒക്കെ പോയാൽ വി ആർ ടോക്കിംഗ് അബൌട്ട് വൺ ഡിപ്പാർട്ട്മെന്റ്. സോ ഇവിടെ എനിക്ക് അറിയേണ്ടത് എ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം മാത്രമാണ്. ഡിപ്പാർട്ട്മെന്റ് എന്റെ കാൽക്കുലേഷനാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് എ ഉണ്ടല്ലോ, ഈ ഡിപ്പാർട്ട്മെന്റ് എയിൽ മൊത്തത്തിൽ 8000 യൂണിറ്റ്സിന്റെ പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ട്. അതിന്റെ ഓവർഹെഡും അതിന്റെ സംഭവമാണ് ഞാൻ ഇവിടെ 5000 എന്ന് കണ്ടുപിടിച്ച് വെച്ചത്. ഓക്കെ, ബട്ട് ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ എ ഡിപ്പാർട്ട്മെന്റിന് ഒരു ഓർഡറാ ഒരു എന്തെങ്കിലും കിട്ടി 1000 യൂണിറ്റ്സിന്. 1000 യൂണിറ്റ്സിന്റെ പ്രോഡക്ട്സിന്റെ ഒരു ഓർഡറാ, വാട്ട് എവർ ഇറ്റ് ഇസ്, നമുക്കത് കിട്ടി. ഓക്കെ, ആർക്ക് കിട്ടി? ഡിപ്പാർട്ട്മെന്റ് എക്ക് കിട്ടി. ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ്, ഈ 1000 യൂണിറ്റ്സിന് നമ്മൾ പൈസ ചാർജ് ചെയ്യണമല്ലോ. അപ്പം നമ്മൾ കോസ്റ്റ് ഷീറ്റ് മനസ്സിൽ കൊണ്ടുവന്നോടോ. ഈ കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ 1000 പ്രോഡക്ട്സ് ഉണ്ടാക്കാനുള്ള ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആദ്യം എഴുതും അല്ലേ? പിന്നെ നമ്മൾ 1000 യൂണിറ്റ് ഉണ്ട് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആദ്യം എഴുതും. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ എഴുതി, പ്രൈം കോസ്റ്റ് കിട്ടി. അതിൻ്റെ കൂടെ നമ്മൾ ഓവർഹെഡ് ഞാൻ സെപ്പറേഷൻ ചെയ്യുന്നില്ല, ഇറ്റ് ഇസ് ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്ത് ഫാക്ടറി കോസ്റ്റ് കിട്ടി. നിങ്ങൾക്ക് ആ സ്റ്റെപ്പൊക്കെ അറിയാം. സോ ഞാൻ ഒരു ഈസി വേയിൽ ഞാൻ ബിക്കോസ് വി ആർ നോട്ട് ഡീലിംഗ് വിത്ത് കോസ്റ്റ് ഷീറ്റ് ഹിയർ. അടുത്തത് ഞാൻ കോസ്റ്റ് ഷീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യും, അവിടെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ഫോമാറ്റ് ഒക്കെ നോക്കാം. സോ ഹിയർ ഇനി വരുന്നതെല്ലാം ഓവർഹെഡ്സ് അല്ലേ? ഫാക്ടറി ഓവർഹെഡ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, സെല്ലിംഗ് ഓവർഹെഡ്. സോ ഇനി വരുന്ന ഓവർഹെഡ് ഉണ്ടല്ലോ, അപ്പം ഇത് ഡയറക്ട്ലി 1000 യൂണിറ്റ്സിന് നമുക്ക് ഡയറക്ട്ലി ഐഡന്റിഫയബിൾ. ദിസ് ഇസ് ഓൾസോ 1000 യൂണിറ്റിന് ഇത്രയാണ് ഡയറക്ട്ലി. ബട്ട് ഓവർഹെഡ് ദിസ് ഹിയർ നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്ര യൂണിറ്റ്സിൻ്റെ ആണ്?
8,000. See, 8,000 യൂണിറ്റ്സിന്. അപ്പം നമ്മൾ അതിന് 1000 യൂണിറ്റ്സിലേക്ക് എന്ത് ചെയ്യണം ആക്കണ്ടേ. അതിന് എന്ത് ബേസിലാക്കുന്നുള്ളതാണ് നമ്മൾ. അപ്പം എൻ്റെ ഈ എ ഡിപ്പാർട്ട്മെന്റിലെ മാനേജർ പറഞ്ഞു ലേബർ അവറിന്റെ ബേസിൽ എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. സോ ഹിയർ 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ 100 ഹവേഴ്സ് ആണ് ലേബർ അവർ. 100 ലേബർ അവർ എടുത്തതെന്ന് വെച്ചോ. ഓക്കെ, സോ ഹിയർ ഓവർഹെഡ് റേറ്റ് എത്രയാണോ 5 പെർ ലേബർ അവർ. അപ്പൊ ഇവിടെ എത്ര വരും എന്നറിയോ? ഓവർഹെഡ് 5 ഇൻറ്റു ഇവിടെ എത്ര ലേബർ അവർ 100, 500 വരും. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും. അതിൻ്റെ കൂടെ നമ്മളൊരു പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് ആഡ് ചെയ്തിട്ട് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കും. ദിസ് ഈസ് ദ പ്രോസസ് ആൻഡ് ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് അബ്സോർപ്ഷൻ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് വിളിക്കുക. ഓവർഹെഡ് എല്ലാവർക്കും കൊടുത്തു. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് എ ഡിപ്പാർട്ട്മെന്റിന് ഇത്ര ഓവർഹെഡ് ഉണ്ട് നമുക്ക് കിട്ടി റീഅപ്പോർഷനിങ് കഴിഞ്ഞ് ഇനി ഇതിന് നമ്മൾ ഈ എത്ര യൂണിറ്റ്സിലോട്ട് എന്ത് ചെയ്യണം, എത്ര യൂണിറ്റ്സിന് എത്ര ചാർജ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? കുറേ ബേസസ് ആർ ദർ, ബട്ട് ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഞാൻ ലേബർ അവർ എടുത്തു. സോ ലേബർ അവർ റേറ്റ് ഇസ് overhead as per labor hour rate is 5. So here 1000 യൂണിറ്റ്സിന്റെ നമുക്ക് കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കേണ്ടത്. സോ ഹിയർ ഇറ്റ് ഇസ് 100 ആണ് 1000 യൂണിറ്റ് ഉണ്ടാക്കാൻ ലേബർ അവർ. അപ്പോൾ ഓവർഹെഡ് റേറ്റ് എത്രയായിരിക്കും? ഒരു ഹവറിന് ഇറ്റ് ഇസ് 5. സോ ഇറ്റ് ഇസ് 5 ഇൻറ്റു 100, 500. അപ്പോൾ ഇതെല്ലാം കൂടെ എല്ലാ ഡയറക്റ്റ് മെറ്റീരിയൽ ഓവർഹെഡും കൂടി കൂട്ടിയാൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും. അതിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്താൽ we will get the selling price. This is the process. ഇതാണ് സംഭവം. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പം അബ്സോർപ്ഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ലേബർ അവർ തന്നെ എടുക്കണം എന്നില്ല. ഇവിടെ നമുക്ക് വേണ്ടിക്കിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് എടുക്കാം. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്നത് ഏതിൻ്റെ അടുത്താവും? നമ്പർ ഓഫ് യൂണിറ്റ്സ് ആവും. എന്താണോ ബേസ് എടുക്കുന്നത് അതിൻ്റെ ബേസിലാണ് കാൽക്കുലേഷൻസ് വരിക. അപ്പം എന്താ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ പ്രോബ്ലം പാർട്ടിലേക്ക് ഡയറക്ട്ലി പോവാം. ഓക്കെ, നൗ മൂവിങ് ടു ദി പ്രോബ്ലം പാർട്ട് ഓഫ് അബ്സോർപ്ഷൻ. അബ്സോർപ്ഷനിൽ നിങ്ങൾ ഓഫ് ഓവർഹെഡ് ആണ്. നിങ്ങൾക്ക് അറിയാം ഓവർഹെഡ് എന്തൊക്കെയുണ്ട്? ഫാക്ടറി ഓവർഹെഡ് ഉണ്ട്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആർ ദർ, ദെൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഇത്രയും ഓവർഹെഡ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ആദ്യം methods of methods of absorption of factory overhead ആദ്യം നമുക്ക് പഠിക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എന്താ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, overheads are of different type: factory overhead, office and administration overhead, and selling and distribution overhead. First we are discussing about the absorption of factory overhead. Okay, അപ്പോൾ നമുക്ക് So first we are going to discuss the methods of absorption of factory overhead. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്കറിയാം അതിന് നമ്മൾ ആദ്യം ഓവർഹെഡ് റേറ്റ് കണ്ടുപിടിക്കും. അതിന്റെ ഇക്വേഷനിൽ മേലെ ആരാ വരിക? ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ബേസ് വാട്ട് വി ആർ സെലക്ടിങ്, അത് നമ്മളെ ബേസ് ആണ്. ഇവിടെ നമ്മൾ ഫാക്ടറി ഓവർഹെഡ് ആണ് അബ്സോർപ്ഷൻ ചെയ്യുന്നത്. സോ ഇക്വേഷന്റെ ന്യൂമറേറ്റർ പാർട്ട് എന്താകും? ഫാക്ടറി ഓവർഹെഡ് ആണ്. ബിക്കോസ് നമ്മളിവിടെ ഫാക്ടറി ഓവർഹെഡ് ഡീൽ ചെയ്യുന്നുള്ളൂ. ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ? ഫസ്റ്റ് മെത്തേഡ് ഇസ് പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ്. അപ്പൊ ഇവിടെ എന്തിന്റെ ബേസിലാണ് ഓവർഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്, ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. എത്ര യൂണിറ്റ് ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ അതിന്റെ ബേസിൽ ഓവർഹെഡ് റേറ്റ് കണ്ടുപിടിക്കുന്നതിനാണ് പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. എ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ എ, ബി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ബി. അത് തന്നെ തിയറി പാർട്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. Overhead are absorbed on the basis of number of units produced. Overhead absorption rate is calculated by dividing total factory overhead by total number of unit of output produced. Clear? Any അടുത്തതിലോട്ട് പോവാണ്. See here, percentage of direct material cost method. അതിന്റെ ഇക്വേഷൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഫോം ചെയ്യാം. മേലെ ആരാ? ഫാക്ടറി ഓവർഹെഡ്. താഴെയോ എന്തിന്റെ ബേസിലാണോ? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. അപ്പൊ താഴെ ആര് വരും? ഡയറക്റ്റ്
material cost. Clear ആണെന്ന് വിചാരിക്കുന്നു. Here absorption is done on the basis of direct material cost. See, theory is there on the board. In this method, cost of direct material used in manufacturing of the product is used as the base of absorption. ഇവിടെ base ആയിട്ട് എടുത്തത് direct material cost and the equation is factory overhead divided by direct material cost into 100. So it is percentage ഉണ്ടാവുക into 100. ഇതിന്റെ പ്രോബ്ലം നമ്മൾ ഇപ്പോൾ ചെയ്യും. അപ്പം പെർസെൻറ്റേജിൽ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ഇസ് ഹിയർ ഇസ് പെർസെൻറ്റേജ്, അഗെയിൻ പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് മെത്തേഡ്. അപ്പം ഇവിടെ എന്തായിരിക്കും ബേസ്? എന്താ ബേസ്? ഡയറക്റ്റ് ലേബർ. ഇക്വേഷൻ എന്താ? ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് ലേബർ. ഡയറക്റ്റ് ലേബറിനെ നമുക്ക് എന്തും വിളിക്കാം? ഡയറക്റ്റ് വേജ് എന്നും വിളിക്കാം. ഇറ്റ് ഈസ് ഓൺ പെർസെൻറ്റേജ്, സോ യു ഹാവ് ടു പുട്ട് ഇൻടു 100. You can see the theory on the board. Under this method, direct wages are taken as the base for the calculation of overhead absorption rate. Clear ആണല്ലോ? And the equation is there on the board. Okay. ഇനി അടുത്തത് നമുക്ക് moving on to our fourth method, percentage of prime cost method. Prime cost. So here the base is prime cost. Equationൽ prime cost വരും, denominator part. Clear? Now you can see that on the board. Under this method, prime cost is taken as the base for the calculation of absorption overhead rate. Prime cost എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാലോ? ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് വേജ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്. എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസസും കൂടി കൂട്ടിയാലുള്ള എല്ലാ ഡയറക്റ്റ് തിങ്സ്, ദാറ്റ് ഇസ് മെറ്റീരിയൽ, വേജ് ആൻഡ് എക്സ്പെൻസ് ആഡ് ചെയ്താൽ വിൽ ഗെറ്റ് ദ പ്രൈം കോസ്റ്റ്. ഓവർഹെഡ് റേറ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം. Factory overhead divided by prime cost into 100. Moving on to our fifth one, direct labor hour rate method. അപ്പോൾ ഇവിടെ ബേസ് എന്താ? labor hour. നമ്മൾ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞ സംഭവം. So here we will put direct labor hour. It is not on percentage, so അവിടെ എന്ത് വേണ്ട? into 100 വേണ്ട. Theory part is there on the board. Under this method, overhead are absorbed. ഞാൻ മാർക്ക് ചെയ്ത പാർട്ട് മാത്രം നോക്കിയാൽ മതി കേട്ടോ. Under this method, overhead are absorbed on the basis of the direct labor hours worked. Okay. അപ്പോൾ അതും ബോർഡിൽ കാണാം. Now moving on to our sixth method. ഇത് തിയറി നോക്ക് ബോർഡിൽ കാണാം. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരെണ്ണം സ്കിപ്പ് ചെയ്തിന് അതിൻ്റെ റീസൺ പറയാം. ഓക്കെ, സിക്സ്ത് പോയിന്റ്, ഡ്യുവൽ ഹവർ റേറ്റ് മെത്തേഡ്. അതായത് ഒരു കമ്പനിയിൽ മാനുവൽ ലേബേഴ്സും ഉണ്ടാവും, മെഷീൻസും ഉണ്ടാവും അല്ലേ? ലേബറേഴ്സ് ആൻഡ് മെഷീൻസ് ആണ്, രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ചിലതിൽ മെഷീൻസ് ഇല്ലാണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, ബട്ട് ഹ്യൂമൻ ബീങ്സിൻ്റെ അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ പ്രസൻസും ഇവിടെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഇൻ സച്ച് കേസസ്, ഇങ്ങനെയുള്ള കേസിൽ ഓവർഹെഡ് നമ്മൾ രണ്ടായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓവർഹെഡ് റിലേറ്റഡ് ടു മാനുവൽ ലേബർ ആൻഡ് overhead related to machine hour. See, machine hour-ന്റെ വേറെ, ലേബർ ഹവറിൻ്റെ വേറെ. അപ്പം നമ്മൾ അബ്സോർപ്ഷൻ റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ ലേബർ മെഷീൻ്റെ ബേസിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ മെഷീൻ അവർ റേറ്റ് എന്നും പറയും. ഇനി മാനുവലിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ മാനുവൽ ലേബർ. സോ അതാണ് അവിടെ തിയറി പാർട്ടിൽ കാണുന്നത്. അതിൻ്റെ പ്രോബ്ലം വരില്ല. സോ just read that theory. This method is used when manual laborers and machines are equally important. Okay. In such cases, overhead are classified into two. Overhead relating to machine hour undav, overhead relating to manual hour undav. Overhead relating to machines in the absorption rate kandupidikkunnadinte base machine hour rate um. Overhead absorption rate manual labor hours inde edukkumbol അവിടെ ബേസ് മാനുവൽ ലേബർ ഹവർ റേറ്റും ആണ് എടുക്കേണ്ടത്. അതാണ് ബോർഡിൽ കാണുന്ന തിയറിയിലുള്ള എക്സ്പ്ലനേഷൻ. Now hope it is clear for you. One more is there, that is machine hour rate. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എസ്എക്ക് 8 മാർക്കിനൊക്കെ ചോദിക്കുന്ന ബികോമിന് ഇറ്റ് ഇസ് എ ഷുവർ ക്വസ്റ്റ്യൻ, ബട്ട് ഫോർ BBA അത് അറിയില്ല. എനിവേ ഫോർ ബികോം സ്റ്റുഡൻസിന് അത് ഇമ്പോർട്ടൻ്റ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു, ബട്ട് നിങ്ങൾക്കത് പഠിക്കണം. വരുന്നതിനെ പറ്റിയിട്ടുള്ളൊരു സംശയമുണ്ട്, എന്നാലും നമ്മളത് എന്ത് ചെയ്യുക? പഠിക്കുക. അത്യാവശ്യം കുറച്ച് ചെയ്യാനുള്ളൊരു പ്രോബ്ലമാണ് മെഷീൻ അവർ റേറ്റ്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കും. ഇന്ന് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബേസിൽ ഒരു പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്.
Okay, now you can see the question on the board. അപ്പോൾ പോസ് പ്രസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, എഴുതി എടുക്കുക. Okay, let's read. Hope you copied the question. Production department of a factory furnishes the following information for the month of October. ഒക്ടോബർ മാസത്തിൽ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, എല്ലാവരുടെ ബുക്കിലും ക്വസ്റ്റ്യൻ ഇപ്പം വേണം. മെറ്റീരിയൽ യൂസ്ഡ് 54, വേജസ് 45, labor hour work 36 hours, overhead charge to that department 36,000. അപ്പോൾ ഒക്ടോബർ മാസത്തിൽ മൊത്തത്തിലുള്ള ഡാറ്റ ആർ ഗിവൺ. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് for an order executed by the department during the period the relevant information was as under. ഓക്കെ, അപ്പോൾ ഡിപ്പാർട്ട്മെന്റിന് ഒരു ഓർഡർ എടുത്താൽ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിന് വേണ്ട മെറ്റീരിയൽ 6000, ഡയറക്റ്റ് വേജസ് 3200, ലേബർ അവർ അതിനു വേണ്ടി ലേബർ 3200 മണിക്കൂർ പണി എടുക്കണം. കാൽക്കുലേറ്റ് ദി ഓവർഹെഡ് ചാർജസ് ചാർജബിൾ ടു ദ ജോബ്. ഈ പറഞ്ഞ ജോബിന്, ഏത് ജോബിന്? 6000 രൂപേൻ്റെ മെറ്റീരിയലും 3200 രൂപ കൂലിയും 3200 മണിക്കൂർ ലേബർ യൂസ് ചെയ്തിട്ട് ഒരു ജോബ് ചെയ്യേണ്ട ഒരു ജോബ് ഓർഡർ കിട്ടി. ആ ജോബിന് എത്ര ഓവർഹെഡ് പൈസ ചാർജ് ചെയ്യണം എന്നാണ് നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് 2 മെത്തേഡ്സിൽ ചെയ്യാൻ പറയുന്നുണ്ട്. വൺ ഇസ് ലേബർ അവർ റേറ്റ് മെത്തേഡ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഡിറക്റ്റ് ലേബർ കോസ്റ്റ് പെർസെൻറ്റേജ് മെത്തേഡ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇസ് വെരി ക്ലിയർ ഫോർ യു. ഇനി നമുക്കിത് എങ്ങനെയാ ചെയ്യാന്ന് നോക്കാം. സോ ഫസ്റ്റ് ലേബർ അവർ റേറ്റ് മെത്തേഡ്. ഓക്കെ, അപ്പൊ ലേബർ അവർ റേറ്റ് മെത്തേഡിന്റെ ഇക്വേഷൻ നമുക്ക് ആദ്യം ബോർഡിൽ എഴുതാം. ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ലേബർ ഹവർ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ടോട്ടൽ ഡീറ്റെയിൽസ് യൂസ് ചെയ്തിട്ട് ഒരു ഓവർഹെഡ് റേറ്റ് അല്ലെങ്കിൽ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഏത് ഡാറ്റ യൂസ് ചെയ്തിട്ട്? ടോട്ടൽ, മുഴുവനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഓവർഹെഡ് ഇസ് ഗിവൺ 36,000. ഡിപ്പാർട്ട്മെന്റിന് മുഴുവനായിട്ടും എത്രയാ ഓവർഹെഡ്? 36,000 ഡിവൈഡഡ് ബൈ ലേബർ ഹവർ എത്രയാണ്? 36,000. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന ടോട്ടൽ ഡാറ്റ യൂസ് ചെയ്തിട്ട്. സോ നമുക്ക് എത്ര പൈസ കിട്ടുമോ? ₹1. സോ നമുക്ക് ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് അവിടെ കണ്ടുപിടിച്ച് വെച്ചപ്പോൾ എന്ത് വന്നു? ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ വന്നു. അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ 6000, അതിൽ യൂസ് ചെയ്യുന്ന ഡയറക്റ്റ് വേജ്, കൊടുക്കേണ്ട ഡയറക്റ്റ് വേജ് 3200, ഓവർഹെഡ് അറിഞ്ഞൂടാ, ഉപയോഗിക്കുന്ന ലേബർ ഹവർ 3200, റൈറ്റ്? 3200. ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. നിങ്ങളോട് പറയുന്നത് ഇവിടെ എത്ര, ഈ മൊത്തം 36,000-ൽ ഇവിടെ എത്ര ഓവർഹെഡ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും? ഈ പർട്ടിക്കുലർ ഓർഡറിന് നമുക്ക് എത്ര കോസ്റ്റ് പറയണം? അതിന്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയാ? സെല്ലിംഗ് പ്രൈസ് പറയാം. സോ വി വാണ്ട് ടു നോ എത്ര ഓവർഹെഡ്. സോ ക്വസ്റ്റ്യൻ ഇസ് വെരി ക്ലിയർ ഫോർ യു. ഇനി നമുക്ക് ഇത് ചെയ്യാൻ ഈസി. ഇതിന് എത്രയാണോ ലേബർ അവർ? 3200. അപ്പം ഓവർഹെഡ് എത്ര? ഓവർഹെഡ് ചാർജബിൾ ടു ദിസ് ഓർഡർ എന്ന് എഴുതാം അല്ലെ? ചാർജബിൾ ടു ദിസ് ജോബ്, ടു ദി ജോബ്, ഈ ജോബിന്, ഈ പറഞ്ഞ ജോബിന് 3200 ആണ്. ഒന്നിന് എത്ര? ഒരു മണിക്കൂറിന് 1. സോ ഇറ്റ് ഈസ് 3200. ഓക്കെ, സോ ഇത് ഇത്ര എഴുതിയ നിങ്ങളെ ഇത് വേണമെന്നില്ല. ഇതാണ് നിങ്ങളുടെ ആൻസർ പാർട്ട്. ക്ലിയർ? ഞാനിപ്പോൾ ഇവിടെ പറയും നിങ്ങളുടെ അടുത്ത് എക്സ്ട്രാ. ഇവിടെ നമ്മൾ എത്ര എഴുതൂടാ? 3200. ഇനി വേറെ ഒരു ഓവർഹെഡും ഇല്ല നമ്മൾ അസ്യൂം ചെയ്യുന്നു. സോ നമ്മൾ ഇത് എന്ത് ചെയ്യും? ഇതങ്ങോട്ട് ആഡ് ചെയ്യും. 15 അല്ലേ? 6, 9, 12. ഓക്കെ, 12,400 നമുക്ക് കിട്ടി. ഈ 12,400 ആണ് നമ്മുടെ കോസ്റ്റ്. ഏത് കോസ്റ്റ്? ഈ ജോബ് ചെയ്യാനുള്ള കോസ്റ്റ്. അതിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട്
നമ്മൾ ആ പർട്ടിക്കുലർ ജോബിൻ്റെ ഓർഡർ കൊടുക്കുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ഫോർ എക്സാമ്പിൾ വി ആർ ആഡിങ് 1000 rupees പ്രോഫിറ്റ്. അപ്പം നമ്മൾ എത്ര അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആക്കി കാണാം 13,400. ദിസ് ഇസ് ദ തിങ്. ഇത് നിങ്ങൾക്ക് വേണ്ട, ഞാൻ ജസ്റ്റ് അത് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങളുടെ ആൻസർ എവിടെ തീരും? ഇതാണ് നിങ്ങളുടെ ആൻസർ. ക്ലിയർ അല്ലേ? വെരി സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻസിൽ പ്രോബ്ലം ചെയ്യാൻ. ഞാൻ ഇത്ര ലെങ്തി ആയിപ്പോയത് അതിൻ്റെ കോൺസെപ്റ്റ് പറയാൻ തന്നിട്ട് കേട്ടോ. സോ വേണ്ടാത്ത ആൾക്കാർ അതെല്ലാം മറന്നേച്ചു ഇത് മാത്രം കേട്ടാൽ മതി. ബട്ട് നല്ലതല്ലേ? എന്താ അറിയാണ്ട് ഇങ്ങനെ എന്താ പറയുക, കഥ അറിയാണ്ട് ആട്ടം കാണാന്നുള്ള പരിപാടി ഭയങ്കര ബോറല്ലേ. സോ ദാറ്റ്സ് വൈ ഐ ഡീറ്റെയിലി explain that. Okay, now moving on to our second method. വേറെ ഏത് മെത്തേഡിലാണ് ക്വസ്റ്റ്യൻ നോക്ക്? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ് മെത്തേഡ്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ് മെത്തേഡ്. അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്താ? ഫാക്ടറി ഓവർഹെഡ് അല്ലെങ്കിൽ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ ചോദിച്ചാൽ ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻറ്റു 100. ഹൗ മച്ച് ഫാക്ടറി ഓവർഹെഡ്? 36,000. ഹൗ മച്ച് ഡയറക്റ്റ് മെറ്റീരിയൽ? 54. ടോട്ടലിൻ്റെ അല്ലേ നമ്മൾ എടുക്കുക, ഇൻറ്റു 100. ഇത് ചെയ്താൽ 66.67% കിട്ടും. ഇനി നമ്മൾ നമ്മളെ ജോബിൻ്റെ കാര്യത്തിലേക്ക് വരിക. അപ്പം ജോബിൽ എന്തിൻ്റെ ബേസ് ആവിടെ? മെറ്റീരിയൽ. അപ്പം നമ്മൾ നോക്കുക, ഈ ഡയറക്റ്റ് മെറ്റീരിയൽ incurred for that job, incurred for the job എത്രയാ? ആ ജോബിന് വേണ്ടി യൂസ് ചെയ്ത ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാ? 6,000, 6,000. അപ്പം നമ്മൾ എന്ത് എഴുതും? ഓവർഹെഡ് ചാർജബിൾ ടു ദ ജോബ് എത്ര? 6,000 ഇൻറ്റു 6.7% is equal to 6,000 ആണോ? അല്ല 4,000. സോറി 4,000. ദിസ് ഈസ് യുവർ ആൻസർ. സോ ഇവിടെയും അങ്ങനെ തന്നെ സെയിം ഡയറക്റ്റ് മെറ്റീരിയൽ. ഇഫ് നിങ്ങൾക്ക് അതറിയാം, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ഡയറക്റ്റ് മെറ്റീരിയൽ 6,000, വേജ് 3,200. ഇവിടെ ഓവർഹെഡ് എത്ര എഴുതും നമ്മൾ? 4,000. ക്ലിയർ? നേരത്തെ നമ്മൾ 3,200 കിട്ടിയത് നമുക്ക് ഓൺ ദ ബേസിസ് ഓഫ് ലേബർ അവർ. ബട്ട് ഹിയർ ദ ബേസിസ് ഡയറക്റ്റ് മെറ്റീരിയൽ. സോറി. അപ്പം റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ടോട്ടൽ ഡാറ്റേൻ്റെ മേലെ കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ ആ പർട്ടിക്കുലർ ജോബിന് അതിന് എന്ത് ചെയ്യുക? ചാർജ് ചെയ്ത് കൊടുക്കുക. സോ ദിസ് ഇസ് ഇറ്റ്. കോപ്പി ചെയ്ത് ആൻസർ 2. കോപ്പി ചെയ്യേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക? ഒറ്റയ്ക്ക് ചെയ്യുക. ക്ലാസ് വർക്കായിട്ട് ഞാനൊരു പ്രോബ്ലം ഗ്രൂപ്പിൽ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത് മതി. നാളെ നമ്മൾ മെഷീൻ ഹവർ റേറ്റ് എടുക്കും. അതും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതെല്ലാം ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് അതിൻ്റെ കഥകൾ മെഷീൻ ഹവർ റേറ്റിനെ പറ്റിയുള്ള സ്റ്റോറീസൊക്കെ പറഞ്ഞ് എടുക്കാം. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഇസ് ഹെൽപ്ഫുൾ ഫോർ യു. പിന്നെ ഒരു റിക്വസ്റ്റ് അല്ല, നിങ്ങൾ വേറെ കോളേജിലെ കുട്ടികൾക്ക് ചിലവർക്കെങ്കിലും ഉണ്ടാവില്ലേ, പ്രൈവറ്റിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് കിട്ടുന്നില്ലെങ്കിൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ബിക്കോസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. നമ്മൾ ഒരുവിധം എല്ലാ പ്രോബ്ലവും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഓവർ ഹെഡ് കോസ്റ്റിംഗ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ ത്രൂ കവർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കോസ്റ്റ് ഷീറ്റും കവർ ചെയ്യും, പ്രോസസ്സ് കവർ ചെയ്യും, കോൺട്രാക്ട് കവർ ചെയ്യും. പിന്നെ റിവിഷൻ വരുമ്പോൾ പിന്നെ ലേബറൊക്കെ അതിനകത്ത് വന്നോളും. സോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം, വെറുതെ ആർക്കും സജസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നല്ല. യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ, വേറെയുള്ള കുട്ടികൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ധൈര്യത്തിൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത്ര തന്നെ. സോ നമ്മൾ നാളെ മെഷീൻ ഹവർ റേറ്റുമായിട്ട് വരാം. ഒരു പ്രോബ്ലം ഞാൻ ഗ്രൂപ്പിലിടാം.